ഇനി കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മാക്സിമം ലോഡ് കണക്റ്റഡ് ഇൻ ലൈറ്റ് സബ് സർക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതുണ്ട്, എന്നിട്ട് ഇത് ചോദ്യങ്ങളിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എന്താണ് LTMV വയറിംഗ് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. 250 വരെയുള്ള പ്രതിഷ്ഠാപനങ്ങളാണ് LV ലോ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 250 മുതൽ 650 വോൾട്ട് വരെയുള്ള സാധനങ്ങളെ നമ്മൾ മീഡിയം വോൾട്ടേജിൻ്റെ അകത്ത് പെടുത്തും. പിന്നെ 650 മുകളിലേക്ക് 33 kV അതിലൊക്കെ വരുന്നത് ST വിഭാഗത്തിലേക്ക് പെടുത്തുന്നു. അപ്പോൾ ST കഴിഞ്ഞ് പിന്നെ ഈ OLST EST അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് IS 732-2019 ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ചില ഇതിൽ. അത് പ്രകാരമാണ് നമ്മൾ ഈ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വൈദ്യുതീകരണമായിട്ട് ബന്ധപ്പെട്ടെല്ലാം അതിൻ്റെ അകത്താണ് നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. സെൻട്രൽ ഇലക്ട്രിക്കൽ അതോറിറ്റിയുടെ സേഫ്റ്റി റെഗുലേഷൻ 12 പ്രകാരം ശരിയായ ശേഷിയിലുള്ള റേറ്റിങ്ങും ഗുണനിലവാരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നാഷണൽ ഇലക്ട്രിക് കോഡ് IS കോഡ് ഇത് പ്രകാരം ചെയ്തിട്ട് വേണം എല്ലാ എക്യുപ്മെൻറ്റുകളും ISI മുദ്ര ഉള്ളതായിരിക്കണം എന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. ഈ ഇവർ പറയുന്ന റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം പല കാര്യങ്ങളും ചെയ്യാൻ. ഇഷ്ടംപോലെ റെഗുലേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് റെഗുലേഷൻസാണ് എടുത്തു പറയുന്നത്. റെഗുലേഷൻ 14 പറയുന്നത് സപ്ലയർ സൈഡിൽ നിന്ന് നിർബന്ധമായ ഓരോ ഫേസിലും കട്ടൗട്ട് ഫ്യൂസുകൾ വേണം. അതായത് ഓരോ ഫേസിലും നമ്മൾ വയറിങ് ചെയ്യുന്നവർക്കറിയാം, ഓരോ ഫേസിലും നമ്മൾ ഫ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 ഫേസ് ആണെങ്കിൽ ന്യൂട്രൽ കൊടുക്കാറില്ല. പിന്നെ റെഗുലേഷൻ 35 പറയുന്ന LTMV ഉപഭോക്താക്കൾ കട്ടൗട്ട് ഫ്യൂസിന് ശേഷം മെയിൻ സ്വിച്ചോ സർക്യൂട്ട് ബ്രേക്കറോ കൊടുക്കണം എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഓരോ റെഗുലേഷൻ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷകളിൽ ഉപകാരപ്പെടും. റെഗുലേഷൻ 29 പ്രകാരം എല്ലാ വൈദ്യുതീകരണ പ്രവർത്തനങ്ങളും ലൈസൻസുള്ളൊരു കോൺട്രാക്ടർ മുഖേന മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലാത്തതിൽ കണക്ഷൻ കൊടുക്കില്ല. സപ്ലയർ ആയിട്ടുള്ള KCB ആണ് ഇവിടുത്തെ, അവർ കണക്ഷൻ കൊടുക്കില്ല. റെഗുലേഷൻ 71 പ്രകാരം പോസ്റ്റിൽ നിന്നുള്ള കണ്ടക്ടറിൽ നിന്ന് മാത്രമേ സർവീസ് കണക്ഷൻ എടുക്കാൻ പാടുള്ളൂ. പിന്നെ അതുകൂടാതെ ഒരു ഘട്ടത്തിൽ 4ലധികം സർവീസ് കണക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് മീറ്ററിങ് പാനൽ ബോർഡ് വെച്ചിട്ട് വേണം 4ലധികമുള്ള കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. 4ലധികം ആണെങ്കിൽ കേട്ടോ, അത് ശ്രദ്ധിക്കണം. കൊടുക്കാൻ പറ്റും, പക്ഷേ മീറ്ററിങ് പാനൽ വെക്കണം. എനർജി മീറ്റർ റീഡിങ് എടുക്കാൻ വിധത്തിലായിരിക്കണം നമ്മുടെ എനർജി മീറ്റർ, അതായത് നമ്മുടെ മീറ്റർ സ്ഥാപിക്കേണ്ടത്. അപ്പോൾ 1 മീറ്റർ ഉയരത്തിൽ കുറയാൻ പാടില്ല, ഭയങ്കര 1.8 അതിൽ കൂടാനും പാടില്ല. നമുക്ക് നോർമലി നോക്കി വായിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലായിരിക്കണം വയ്ക്കേണ്ടത്. മീറ്ററിംഗ് പാനൽ സ്ഥാപിക്കുമ്പോൾ എനർജി മീറ്റർ ഡിസ്പ്ലേ അത് കാണുന്ന ഇത് റീഡിങ് വായിക്കാനുള്ള തറയിൽ നിന്ന് 75 സെൻറ്റിമീറ്ററിനും 1.8 മീറ്ററിനും ഇടയിൽ വരുന്ന വിധത്തിലായിരിക്കണം ഈ ഡിസ്പ്ലേ വരേണ്ടതെന്നാണ് പറയുന്നത്. ഈ മീറ്ററിംഗ് പാനലിൽ വയ്ക്കുന്ന കേസിൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ ലൈറ്റ് സർക്യൂട്ടും പവർ സർക്യൂട്ടും വെവ്വേറെ ചെയ്യണം. ഇപ്പോൾ മിനിമം 2 സർക്യൂട്ടായിട്ടായിരിക്കും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഒരു ലൈറ്റ് സർക്യൂട്ട്, ഒരു പവർ സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ പരമാവധി 10 പോയിൻറ്റ് അല്ലെങ്കിൽ 800 വാട്ട്സാണ് ഏതിൽ ലൈറ്റ് സർക്യൂട്ടിൽ. ഒരു പവർ സർക്യൂട്ടിൽ പരമാവധി 3000 വാട്ട്സിലോടെ പാടുള്ളൂ, അല്ലെങ്കിൽ 2 പവർ പ്ലഗ് കൂടുതൽ കൊടുക്കാനും പാടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അറിയാവുന്നതായിരിക്കും, എങ്കിലും എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഓരോ ഉപ സർക്യൂട്ടിനും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് ആയിരിക്കണം തുടങ്ങേണ്ട. ഓരോ സബ് സർക്യൂട്ട് എന്ന് പറയും. ഓരോന്നിനും വെവ്വേറെ ഫേസും ന്യൂട്രലും ഉണ്ടായിരിക്കണം. ഫേസും ന്യൂട്രലും എർത്ത് ഉണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ. ഓരോ ഫേസ് സർക്യൂട്ടിന് ഓരോ MCB അല്ലെങ്കിൽ ഫ്യൂസ് കൊടുക്കണം. നമ്മൾ MCB വെച്ച് DBയിൽ കൊടുക്കില്ലേ, പണ്ട് ഫ്യൂസ് ആയിരുന്നു, ഇപ്പോൾ MCB വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് വേണം. ന്യൂട്രൽ വയർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ ന്യൂട്രൽ ലിങ്കിൽ നിന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ എർത്തിന് വേണ്ടി ഒരു എർത്ത് ബസ്സും നമ്മൾ കൊടുക്കണം, അതിൽ നിന്ന് മാത്രമേ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ടൈ ഒക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കെട്ടിയൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വേണം DB ചെയ്യാൻ വേണ്ടി. ഈ എർത്തിങ്ങിന് ഇൻസുലേഷനില്ലാത്ത ചെമ്പുമിയാണ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അത് ഗ്രീൻ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ പിന്നെ അപ്പോൾ അതിൽ പറഞ്ഞ എർത്തിങ് ഇൻസുലേഷൻ ഇല്ലാത്ത ചെമ്പ് കമ്പിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെയും അകത്ത് വരുന്ന ഭാഗത്ത് സ്ലീവ്, ആ ഭാഗത്ത് എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് സ്ലീവ് ഇട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിലേക്കൊക്കെ കറണ്ട് ലീക്കേജ് ആവാൻ വരുള്ളൂ. പിന്നെ എല്ലാ വൈദ്യുത പ്രതിഷ്ഠാപനത്തിന് അനുയോജ്യമായ ലീക്കേജ് കറണ്ട് റേറ്റിംഗ് ഉള്ള RCCB, നമ്മുടെ വീട്ടിലൊക്കെയാണെങ്കിൽ 30 മില്ലി ആംസിൻ്റെ RCCB വേണം ഉപയോഗിക്കാൻ. ഇലക്ട്രിക് റൂമിൻ്റെ വാതിൽ പുറത്തേക്ക് തുറക്കുന്ന വിധത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്.
ഇലക്ട്രിക് റൂമൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ പുറത്തേക്ക് തുറക്കണ രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ പുറത്തേക്ക് തുറന്ന് ഓടാൻ പാകത്തിന്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഓരോ പ്രതിഷ്ഠാപനത്തിനും താഴെ പറയുന്ന പൊതുവായുള്ള കാര്യങ്ങൾ പാലിച്ച് മാത്രമേ വയറിങ് നടത്താൻ പാടുള്ളൂ. അപ്പോൾ ചില കോമൺ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഒഴിവാക്കണം. ഇത് ഊർജ്ജ നഷ്ടത്തിനും പിന്നെ ധനനഷ്ടത്തിനും ഇടയാക്കും. പിന്നെ നമ്മുടെ ലോഡ് കൂടും, അതനുസരിച്ച് നമ്മുടെ കാശ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് കഴിയുന്നതും കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഏതെങ്കിലും മിഡിൽ പോർഷനിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വെക്കണമെന്നല്ല. അപ്പോൾ രണ്ട് സ്ഥലത്തേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള രീതിയിൽ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് ഒന്നിലധികം ഫേസ് വയറുകൾ കണക്ട് ചെയ്യാൻ പാടില്ല. ഒരു സ്വിച്ച് ബോർഡിൽ ഒറ്റ ഫേസ് വയറേ പാടുള്ളൂ. വേറൊരു റെഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് തന്നെ യെല്ലോ ഒന്നും വരരുത്. സ്വിച്ച് ബോർഡുകൾ ചുമരിൽ താഴെ ഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തറനിരപ്പിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ ഷട്ടറുള്ള ടൈപ്പ് വയ്ക്കുക. നമ്മൾ താഴെയൊക്കെ വയ്ക്കുമല്ലോ ഈ ചില കേസുകളിൽ. അപ്പോൾ പിള്ളേരൊക്കെ അതിൻ്റെ അകത്ത് കയറി കുത്താനും അതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ ഷട്ടറുള്ള സാധനങ്ങൾ ചെയ്യുക. പിന്നെ 3 ഫേസ് കണക്ഷനുള്ള സ്ഥലങ്ങൾ എല്ലാ ഫേസിലും പരമാവധി തുല്യമായി വരുന്ന രീതിയിൽ ലോഡ് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഈക്വലി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള രീതിയിൽ എഞ്ചിനീയർമാരായാലും ഇലക്ട്രീഷ്യന്മാരായാലും ശ്രദ്ധിക്കുക. പിന്നെ സീലിംഗ് റോസിൽ നിന്ന് ലാമ്പ് ഹോൾഡറിൽ നിന്നും 2-ലധികം ന്യൂട്രൽ വയറുകൾ ലൂപ്പ് ചെയ്യാൻ പാടില്ല. ന്യൂട്രൽ വയർ ലൂപ്പ് ചെയ്യണ കേസായി പറയുന്നത്. അങ്ങനെയും ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ സ്റ്റാൻഡേർഡ് കണക്ടർ മേടിക്കാൻ കിട്ടാത്തത് അതിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വയറിങ്ങിനിടയിൽ വയറുകൾ തമ്മിലുള്ള ജോയിൻറ്റുകൾ ഒഴിവാക്കുക. വയർ ജോയിൻറ്റ് ചെയ്യാണ്ട് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുക. ലൈറ്റും ഫാനും പരമാവധി വെളിച്ചവും കാറ്റും കിട്ടത്തക്ക വിധത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. സീലിംഗ് ഫാനുകളുടെ ഏറ്റവും താഴെയുള്ള ഭാഗം തറനിലപ്പിൽ നിന്ന് കുറഞ്ഞത് 2.4 മീറ്ററെങ്കിലും ഉയരത്തിലുണ്ടാവണം. മനസ്സിലായല്ലോ? സീലിംഗ് ഫാനിൻ്റെ ഏറ്റവും തറയും തമ്മിൽ 2.4 മീറ്റർ ഗ്യാപ്പെങ്കിലും വേണം. സീലിംഗ് ഫാനിൻ്റെ ലീഫും സീലിംഗും തമ്മിൽ കുറഞ്ഞത് 30 സെൻറ്റിമീറ്റർ അകലം. സീലിംഗ് ഫാൻ ലീഫും സീലിംഗും 30 സെൻറ്റിമീറ്റർ അകലം വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും, എർത്തിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഈ എർത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ എർത്ത് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി കണ്ടക്ടർ അല്ലെങ്കിൽ ആ സർക്യൂട്ടിലെ പ്രധാന കണ്ടക്ടറുടെ പകുതിയിൽ താഴെ വരാൻ പാടില്ല. ഇത് മറ്റേ എർത്തിങ് ചെയ്യുന്ന ആ കണ്ടക്ടറിൻ്റെ സൈസ് അതിൽ ആ സർക്യൂട്ടിലെ കണ്ടക്ടറിൻ്റെ സൈസ് ഇപ്പോൾ 2.5 സ്ക്വയർ mm വയർ അല്ലെങ്കിൽ 4 സ്ക്വയർ mm വയർ ആണെങ്കിൽ 2 സ്ക്വയർ mm താഴെയുള്ള സാധനം ഉപയോഗിക്കാൻ പാടില്ല. മിനിമം അതിൻ്റെ അകത്തുള്ള ഇത് വേണം എർത്തിന് ഉപയോഗിക്കാൻ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് അതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്, 14 SWG അല്ലെങ്കിൽ 2 mm വണ്ണം വേണ്ട സാധനം മിനിമം എർത്തിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കണം. പിന്നെ മെയിൻ എർത്ത് കണ്ടക്ടർ ഏറ്റവും കുറഞ്ഞത് 10 SWG. ഇത് സർക്യൂട്ടിൻ്റെയാണ് 14 SWG എന്ന് പറയുന്നത്. മെയിൻ 10 SWG അല്ലെങ്കിൽ 3.15 mm ഡയുള്ള. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പലർക്കും അറിയാവുന്നതാണ്, ചിലർക്ക് അറിയാത്ത കേസാണ്. നമ്മുടെ SWG കുറയണ അനുസരിച്ച് മറ്റേ ഡയ കൂടുന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. 14-നേക്കാളും കട്ടി കൂടിയതാണ് 10. ആ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മെയിൻ എർത്ത് മിനിമം 3.15 ഡയ അല്ലെങ്കിൽ 10 SWG വന്നം. മറ്റേത് 14 SWG അല്ലെങ്കിൽ 2 mm ഡയ വന്നം. പിന്നെ PVC ഇൻസുലേറ്റഡ് വയറാണ് കണ്ടിന്യൂറ്റി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1.5 സ്ക്വയർ mm. നമ്മൾ ഇൻസുലേറ്റഡ് വയർ ഉപയോഗിക്കുന്ന എർത്തിന് സാധാരണ നമ്മൾ ഗ്രീനായിട്ട് തന്നെ ഉപയോഗിക്കണം. അതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എർത്ത് പൈപ്പ് 40 mm ഡയ വണ്ണവും 2.5 to 3 മീറ്റർ നീളമുള്ള B ക്ലാസ് GI പൈപ്പ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മൾ കുഴിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 2.5 to 3 മീറ്റർ ലെങ്ത്ത് വേണം. ഒന്നിലധികം എർത്ത് ഇലക്ട്രോഡുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ആ പ്രതിഷ്ഠാപനത്തിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ എർത്ത് കണ്ടക്ടർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കണം. അപ്പോൾ എർത്തിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ശരിക്കും പറയുന്നത് തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കണം. അപ്പോഴാണ് ഒരു ഈക്വൽ പൊട്ടൻഷ്യൽ ആവുള്ളൂ എന്നൊക്കെ പറയുന്നത്. എല്ലാ എർത്ത് ടെർമിനലുകൾ അനുയോജ്യമായ ക്രിമ്പിംഗ് സോക്കറ്റുകൾ ക്രിമ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. വെറുതെ ചുമ്മാ ചുരുട്ടി പിരിച്ചൊക്കെ വെക്കരുത്. അതാണ് പറയുന്നത്. ഇനി മെയിൻ എർത്ത് കണ്ടക്ടർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പാനലിൽ വരെ എത്തിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി വയറിങ്ങിന് ഉപയോഗിക്കുന്ന കണ്ടക്ടറുകളുടെ വലിപ്പം പറയുന്നത്, ലൈറ്റിന് മിനിമം 1.5 സ്ക്വയർ mm കോപ്പർ ഉപയോഗിക്കണം. പവറിനാണെങ്കിൽ 2.5 സ്ക്വയർ mm കോപ്പർ ഉപയോഗിക്കണം. കൺട്രോൾ കേബിളിങ്ങിനൊക്കെ 0.5 സ്ക്വയർ mm കോപ്പർ മിനിമം ഉപയോഗിക്കണം. പിന്നെ എല്ലാത്തിനും പറയുന്ന കളർ കോഡുകൾ നമുക്ക് അറിയാവുന്നതാണ്. ഫേസിന് റെഡ്, യെല്ലോ, ബ്ലൂ ഉപയോഗിക്കും. ന്യൂട്രലിന് ബ്ലാക്ക് ഉപയോഗിക്കും. എർത്തിന് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോയും ഗ്രീനും മിക്സ് ആയിട്ടുള്ള കളറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന വയറിംഗ് പൈപ്പുകളിൽ പരമാവധി വലിക്കാവുന്ന വയറിൻ്റെ എണ്ണവും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. 1 സ്ക്വയർ mm പൈപ്പ് വയറാണെങ്കിൽ നമ്മൾ 20 mm പൈപ്പിൽ കൂടി 7 എണ്ണ മാക്സിമം വലിക്കാൻ പാടുള്ളൂ. 1.5 6 എണ്ണവും, 2.5 ആണെങ്കിൽ 5ഉം, 4 സ്ക്വയർ 3 വയറ് 4 സ്ക്വയർ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ട് വലിക്കാൻ പാടുള്ളൂ. 3 എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ട് ഫേസ് ന്യൂട്രൽ എർത്ത്
2.5 എന്ന് പറയുമ്പോൾ 2 ഫേസോ അല്ലെങ്കിൽ 5 വയർ വലിക്കാൻ പറ്റും. 1.5 എന്ന് പറയുമ്പോൾ 2 സർക്യൂട്ട് വലിക്കാൻ പറ്റും. 1 പറയുമ്പോൾ 7 വയർ വലിക്കാൻ പറ്റും. അപ്പോൾ വയറിൻ്റെ എണ്ണം അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇനി അത് 25 mm പൈപ്പാണെങ്കിൽ 1² mm 13 വയറുകൾ വലിക്കാൻ പറ്റും. 1.5 അല്ലെങ്കിൽ 2.5 ആണെങ്കിൽ 10 വയർ വെച്ച് വലിക്കാൻ പാടുള്ളൂ 25-ൻ്റെ ഇതിൽ. 4² mm വയറാണെങ്കിൽ 2 സർക്യൂട്ട് വലിക്കാം, 6 വയറുകൾ വലിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ ടെസ്റ്റർ 500 വോൾട്ടിൻ്റെ ഇൻസുലേഷൻ ടെസ്റ്റർ ഉപയോഗിക്കണം. എന്നിട്ട് ഓരോ ഇതിനും കുറഞ്ഞത് 1 മെഗാ ഓം നമുക്ക് കിട്ടണം, റീഡിങ് കിട്ടണം. പിന്നെ എർത്തിൻ്റെ അതേപോലെ ടെസ്റ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 5 ഓം കൂടാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. കണ്ടില്ല, മാക്സിമം ലോഡ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ എ ലൈറ്റ് സബ് സർക്യൂട്ട് 800 വാട്ട്, അല്ലെങ്കിൽ 10 പോയിൻറ്റ്സ്. അതുപോലെ കണ്ടോ, ഒരു മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ സീലിംഗ് ബ്ലേഡ്സ് ആൻഡ് സീലിംഗ് ആൻഡ് ദ ബ്ലേഡ്സ് ഓഫ് സീലിംഗ് ഫാൻ. അതായത് സീലിംഗ് ഫാനിൻ്റെ സീലിങ്ങും ആ ഫാനിൻ്റെ ബ്ലേഡുകളും തമ്മിൽ എത്ര ഗ്യാപ്പ് വേണം? 30 സെൻറ്റിമീറ്റർ, നമ്മൾ നേരത്തെ വായിച്ചു. പിന്നെ മിനിമം ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് എർത്ത് ഇലക്ട്രോഡ്. അത് അതിൻ്റെ അത് കണ്ടില്ല, അത് 1.5 മീറ്ററാണ്. നമ്മുടെ ഒരു ബിൽഡിംഗ് കണ്ട് എർത്ത് ഇലക്ട്രോഡ് നമ്മുടെ എർത്തിങ് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു 1.5 മീറ്റർ ബിൽഡിങ്ങിൽ നിന്ന് മാറ്റിയിട്ട് വേണം സ്ഥാപിക്കാൻ. പിന്നെ ഇത് കാണാം, മിനിമം എർത്തിങ് കണ്ടക്ടർ സൈസ് ടു ബി യൂസ് ഇൻ ഹൗസ് വയറിങ് എത്രയായിരുന്നു? 14 SWG നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മുടെ 1.5² mm വയർ 20 mm പൈപ്പിൽ കൂടി എത്ര വലിച്ചെടുക്കാമെന്ന് നമ്മൾ കണ്ടു, 6 എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ടിരുന്നു. അപ്പോൾ അതാണ് ആദ്യമേ ഞാനത് വായിച്ചത് കൊണ്ടാണ്. പിന്നെ മാക്സിമം വാല്യൂ ഓഫ് പവർ ഫാക്ടർ, അത് 1 ഉത്തരം. പവർ ഫാക്ടറിൻ്റെ ഇത് പല ഇതിൽ പറഞ്ഞിരുന്നു. അടുത്ത അതുമായിട്ട് തന്നെ അനുബന്ധമായിട്ടുള്ള ചോദ്യം, മെയിൻ സ്വിച്ച് ഫ്യൂസ് ഈസ് ടു പ്രൊവൈഡഡ്. ഫ്യൂസ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യണേ? നമ്മുടെ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഫേസിലല്ലേ. ഇപ്പോൾ നമ്മൾ വായിച്ചില്ലേ, ഫേസിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടക്ടർ ഹാവ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും നമ്പർ കുറയുമ്പോഴാണ് SWGയിൽ സൈസ് കൂടുന്നത്. നമ്മൾ കണ്ടു 14 SWG 2 mm, 10 SWG 3.15 mm എന്നായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും കുറഞ്ഞത്? 1 SWG ആയിരിക്കും ഇതിൽ ഏറ്റവും വ്യാസം കൂടിയത് 1 SWG ആയിരിക്കും. അപ്പോൾ കാരണം നമ്മൾ കണ്ടു 10 SWG തന്നെ 3.15 mm ഉണ്ട്. അപ്പോൾ എന്തായാലും അതിലും വളരെ വലുതായിരിക്കും 1 SWG. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഈ എർത്തിങ്ങിൻ്റെ കേസ് ഓൾറെഡി ഞാൻ പറഞ്ഞ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പൈപ്പ് എർത്തിങ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പൈപ്പ് എർത്തിങ് ചെയ്യുന്ന എന്താണെന്ന് നേരത്തെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിന് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് 5 മീറ്റർ നിലനിർത്തേണ്ടതാണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം.